ഭയങ്കരമായിട്ട് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ടോപ്പ് സീറ്റ് കവർ അലോയ്സ് വരുന്നുണ്ട്, ബമ്പസ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഓഫർ വിലയാണ്, ഓഫർ വില കൊടുക്കാം. ഒറിജിനൽ കേരള വി ആണ്. ഡീസൽ അല്ലേ? ഡീസലില് ഫുൾ ഓപ്ഷൻ ലെതർ സീറ്റ് കവർ ആണ്. 40,000 കിലോമീറ്റർ കൊടുത്തുള്ളൂ. വേറെ 40,000 കിലോമീറ്റർ. മോഡൽ ഏതാ? 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. മൈലേജിൽ ഒരു 22-23 കിലോമീറ്റർ മൈലേജ് ആണ്. ഇതും ചെറിയ ബഡ്ജറ്റ് ഡീസൽ നോക്കുന്നവർക്ക് പറ്റി 2016 വണ്ടിയാണ്. വണ്ടി വില കുറച്ച് കൊടുക്കുന്നവർക്ക് വേറെ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെയും കൊണ്ട് ചെക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. RXL ഓപ്ഷനിലാണ് ഡീസൽ. എയർ ബാഗ്, ഡുവൽ എയർ ബാഗ് വരുന്ന മോഡൽ. GT ഹൈലൈൻ ആണല്ലേ? സ്പെയർക്ക് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡീസലാണ്, മൈലേജിന് ഒരു കോംപ്രമൈസ് ഇല്ല. 16 വണ്ടിയുണ്ട്, 15 വണ്ടിയുണ്ട്, ഏകദേശം ഒരു 4ഓളം പോളോ വേറെ ഉണ്ട്. ഇത് നമുക്ക് ഒരു 1.75 ആണ്, 1.70 റേഞ്ച് കൊടുക്കാം. ചെറിയൊരു ബഡ്ജറ്റിന് അത്യാവശ്യം വണ്ടി വില കുറവെന്ന് വെച്ചാൽ വണ്ടിക്ക് ക്വാളിറ്റി കുറവൊന്നുമില്ല. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. മഴക്കാലത്തൊക്കെ എല്ലാവർക്കും വണ്ടി വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ വണ്ടികൾക്ക് റേറ്റ് കുറച്ചാണ്, മാക്സിമം കുറച്ചാണ്. നേരിട്ട് വന്ന് നമുക്ക് ചെറിയ വ്യത്യാസം കൂടി ചെയ്ത് കൊടുക്കാം. ഹായ് ഹലോ, അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ വീഡിയോ നമ്മൾ ആ ഒരു സൈഡിൽ കിടക്കുന്ന എല്ലാ വണ്ടികളും ചെയ്തിട്ടുണ്ട്. മാക്സിമം ഫിനാൻസ് കയറുന്ന ഒരുപാട് ക്വാളിറ്റിയുള്ള പുതിയ സ്റ്റോക്ക് വണ്ടികളാണത്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോ, അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇത് പെരുമ്പാവൂർ കാഴ്ചയാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്ന ലൊക്കേഷനാണ്. നമ്മുടെ ഷിയാസൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അടുത്ത രണ്ടാം ഘട്ട വീഡിയോ, അത് ഈ സൈഡിൽ കിടക്കുന്ന ഒരുപാട് നല്ല കിടിലൻ വണ്ടികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ തുടങ്ങുകയാണ്, ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഇടയിൽ പറയുന്നതാണ്. നമുക്ക് ആ വണ്ടി പറഞ്ഞു പോകണോ? അത് സ്റ്റോക്കിനായിട്ടുള്ളൂ, മുഷിഞ്ഞിരിക്കുകയാണ്, ക്ലിയർ ചെയ്യാവുന്ന വണ്ടിയാണ്. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ? അതെല്ലാം ക്ലിയർ ചെയ്താൽ കൊടുക്കുള്ളൂ. സ്റ്റോക്ക് കയറുമ്പോൾ ചെറിയ ഡാമേജുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത്, ഡീപ്ലേസ് ഒന്നുമില്ല, ഡെന്റിങ്ങും ഇത് മാത്രം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ ഡെന്റിങ്ങുകളുള്ളൂ, വേണം കസ്റ്റമർ കാണിച്ചു കൊടുത്തോ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി അടിപൊളിയാവും. മോഡൽ ഏതാ? 2016 ലാസ്റ്റ് വണ്ടി, W10 മാനുവൽ. ഓക്കെ, ടോപ്പ് എൻഡ് ആണല്ലേ? ടോപ്പ് എൻഡ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അലോയ് വീല്, സൺറൂഫ് അല്ലേ? സൺറൂഫ്, സീറ്റ് അഡ്ജസ്റ്റബിൾ, 8 എയർ ബാഗ് എല്ലാം വരുന്ന ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, അപ്പോൾ എത്ര ഓടിയുണ്ട്? ഇത് 1,60,000 കിലോമീറ്റർ കഴിഞ്ഞ മാസം വരെ ചെയ്ത റെക്കോർഡ്. ക്ലച്ച്, ടൈമിംഗ് ചെയിൻ എല്ലാം മാറി. അതിന്റെ ബില്ല് സഹിതം കൊടുക്കാം കസ്റ്റമർ. ലാസ്റ്റ് മേജർ സർവീസും ചെയ്ത് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ജൂണിൽ സർവീസ് ചെയ്ത വണ്ടിയാണ്. ഇതൊക്കെയാണ് ചെയ്യാനുള്ളൂ. നമ്മൾ അതിന് മുമ്പ് വീഡിയോ കാണിക്കുകയാണ്, ഒന്നും നമ്മൾ മറച്ചു വെക്കുന്നില്ല, ഒന്നും ഹൈഡ് ചെയ്യാനില്ല. ഇതൊക്കെ നോർമലി സ്ക്രാച്ചുകളാണ്, ഒന്നും റീപ്ലേസ്ഡ് അല്ല. അതെ. അപ്പോൾ എത്ര ഓടിയുണ്ട് വണ്ടി? 1,60,000 കിലോമീറ്റർ കമ്പനി സർവീസ് ചെയ്തേക്കുന്ന വണ്ടി. ഓണർഷിപ്പ് ഏതായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നീറ്റ് വണ്ടി. അപ്പോൾ വണ്ടിക്ക് എന്താ വില പറയുന്നത്? ഇത് നമുക്ക് വില 8.5 ആസ്കിങ്. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ക്ലീൻ ആയിരിക്കും. ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ. അത്യാവശ്യം ആ റേഞ്ച് അടുത്ത് ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഒരു 750-700 മേലെയൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് മാക്സിമം നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു ടൊയോട്ടയുടെ രാജാവ് തന്നെ പറയാം. അതെ. അപ്പോൾ 2004 കോളീസിലെ ഏറ്റവും ടോപ്പ് എൻഡ് RS അല്ലേ? ഭയങ്കരമായിട്ട് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ടോപ്പ് സീറ്റ് കവർ അലോയ്സ് വരുന്നുണ്ട്, ബമ്പസ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. 2029 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3rd ഓണർഷിപ്പ് ആണ്. പുതിയ ഫുൾ കവർ ഇല്ല, സോറി, പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ക്രൈസ് ഉള്ള ഉള്ളവർക്കാ പറ്റുള്ളൂ. പ്രൈസ് കേൾക്കുമ്പോൾ ആളുകൾ ഞെട്ടും. RS ആയതുകൊണ്ടാണ്. വണ്ടിക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ അത്ര മോഡൽ കുറഞ്ഞ വണ്ടികൾ ചെയ്യാറില്ല. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് 2004 ചെയ്യുന്നത് അല്ലെ? ഇതിനൊന്നും ഒരു മോഡൽ വിലയല്ല, മോഹവിലയാണ്. അങ്ങനെ ഒരു ക്രൈസ് ഉള്ള ആൾക്കാർക്ക് കോളീസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന ആഗ്രഹിക്കുന്നതിന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും. കാരണം ഇന്നോവ കിട്ടില്ലെന്ന് ചോദിക്കും എല്ലാവരും. അതെ, ഇതിപ്പോ 7 വരെ 8 പേർക്കൊക്കെ പോവാം സുഖമായിട്ട് അല്ലേ? കുഴപ്പമൊന്നുമില്ല. 7 സീറ്റ് വരുന്ന വണ്ടിയാ. ബാക്കിലാണെങ്കിൽ മറ്റേ ബെഞ്ച് സീറ്റാ വരുന്നത്. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർക്ക് യാത്രയും ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല, എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് അല്ലേ? വില എത്ര പറഞ്ഞേ? നമുക്ക് 3,75,000 രൂപ കൊടുക്കാം. 3,75,000 ലാസ്റ്റ് അല്ലല്ലോ? എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ടവർ പോര്. ഓഫർ വില കൊടുക്കാവുന്ന ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓഫർ വിലയാണ്? ഓഫർ വില കൊടുക്കാം. ഒറിജിനൽ കേരള വി ആണ്. 2013 മോഡല്, 3rd ഓണർഷിപ്പ്. ഓക്കെ, ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട്. ഉള്ളില് സീറ്റ് കവർ ഒക്കെ മാറ്റിയിട്ടുണ്ടോ? ലെതർ സീറ്റ് കവർ ആണ്. 7 സീറ്റ് ആണ് വരുന്നത്. 7 സീറ്റ് ആണ്. 7 സീറ്റർ ആണ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല, അലോയ് ഒക്കെ മാറ്റി നീറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടിക്ക് മേജർ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, എത്ര ഓടിയുണ്ടെന്ന് പറഞ്ഞേ? ഇത് 1.80. 1.60 വരെ കമ്പനിയിൽ സർവീസും പോയിട്ടുണ്ട്. അപ്പോൾ കേരള വണ്ടി റീവണ്ടിയുടെ വിലക്ക് കൊടുക്കാം നമുക്ക്. റീവണ്ടിയുടെ വിലക്കാണ്, നമ്മൾ ഓഫർ വിലക്കാണ് ഈ വണ്ടി ഇന്നോവ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വാഹനമാണ്. 8.25 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 6 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം.
8,25,000 ഇത് കൊടുക്കാണ്ടിരിക്കുന്നത്. 6 ലക്ഷം വരെ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്ത് ചെറിയ വിലയിൽ ചെറിയ വ്യത്യാസം ചെയ്യാം. നേരിട്ടൊന്ന് വണ്ടി കാണട്ടെ, വന്ന് വണ്ടി കാണുക. വണ്ടി വില കുറച്ച് കൊടുക്കുന്നവർക്ക് വേറെ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെയും കൊണ്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു ഒറിജിനൽ കേരള വണ്ടിയാണ്. 2012 മോഡല് ഇന്നോവ GX ആണ്. എയർ ബാഗ് ഒക്കെ വരുന്ന മോഡലാണ്. ഓക്കെ. അപ്പോൾ എത്ര ഓടിയുണ്ട്? 210 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലി സീറ്റ് കവർ ഒക്കെ അടിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. 6,40,000 രൂപ നമുക്ക് കൊടുക്കാം. 12 മോഡൽ കേരള വണ്ടി. 6,40,000 12 മോഡൽ ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു 4 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 12 മോഡൽ ചെയ്യാൻ പറ്റും അല്ലേ? ശ്രീരാമക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഗ്രാഫിക്സ് സ്കട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മിറർ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസും പുതിയതാണ്, ഫുൾ കവറാണ്. ഇത് എടുത്തു കൊടുക്കാം കസ്റ്റമറിന്. ഇതിന് പേപ്പർ എന്ന് പറയുന്നത് 2027 ലാസ്റ്റ് വരെ ഉണ്ട്. 2027 ലാസ്റ്റ് വരെ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ലോൺ ചെയ്യാം അല്ലേ? അടുത്തൊരു ടാക്സി വണ്ടിയാണ് ബൊലേറോ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന നമുക്ക് ഇത്തവണ ഒരു ഓഫർ വിലക്ക് കൊടുക്കാം. എന്താണ് ഓഫർ വില? 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പുതിയ പേപ്പർ, 2 വർഷത്തേക്ക് പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്. 6.5 ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. 5.25 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 19 ബൊലേറോ. 5,75,000 19 ബൊലേറോ. 5.5 ലക്ഷം രൂപ ലോണും ചെയ്യും. ആണോ? 5 ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് എത്ര ഓടിയുണ്ട് വണ്ടി? 140 സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. എറണാകുളത്ത് കിടന്ന് ഓടിയ വണ്ടിയാണ്. വേറെ മലമുകളിലൊന്നും കിടന്ന് ഓടിയ വണ്ടിയല്ല. അല്ല, അധികം അവിഞ്ഞ ഓട്ടോ ഓടിയ വണ്ടിയല്ല. ടാക്സി പർപ്പസിന് ഒരു 7 സീറ്റർ വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. കൂടുതലും KCB കാര്യങ്ങൾക്കൊക്കെ ഓടാവുന്ന വണ്ടിയാണ്. കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഓടാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയ വിലയ്ക്ക് വലിയ വണ്ടി. വലിയ വണ്ടി തിരുവനന്തപുരം രജിസ്ട്രേഷനാണ്. 400 2012 അന്നത്തെ ടോപ്പ് എൻഡ് W8 എയർ ബാഗ് വരുന്ന മോഡല്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. എല്ലാ ബാക്കിയെല്ലാം വരുന്നുണ്ടല്ലോ. അലോയ് വരുന്നുണ്ട്. എയർ ബാഗ്, ABS, മിറർ ഫോൾഡിങ്. വണ്ടി 12 വണ്ടിയിൽ 15 മുകളിൽ ക്വാളിറ്റി ഉണ്ട് അല്ലേ? 5 ടയർ ന്യൂ ബ്രാൻഡഡ് ന്യൂ ടയർ, പുത്തൻ ടയറോട് കൂടിയാണ് വണ്ടി കിടക്കുന്നത്. സ്പെയർ കീ, സർവീസ് ഓണർഷിപ്പ് തേർഡ്, സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല എക്സ്ട്രാ ക്ലീൻ വണ്ടിയാണ്. ഓക്കെ. ചെറിയ വിലക്ക് 4,25,000 രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് പറയുന്ന റേറ്റ്. ടോപ്പിന്റെ വണ്ടിയാണ്. 12 മോഡല്. കിലോമീറ്റർ എത്ര? 130 ഓടിയ വണ്ടി. പ്രോപ്പർ സർവീസും പോയിട്ടുണ്ട്. വണ്ടി മെക്കാനിക്കും കാര്യങ്ങളെല്ലാം പക്ക നീറ്റാണ്. വണ്ടി നിങ്ങൾ ഓൾമോസ്റ്റ് കാണിച്ചു നോക്ക്. ബോഡി ലൈനൊക്കെ പക്കയാണ്. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിത് നിർബന്ധമുള്ള കസ്റ്റമർ ഒരു 3 ലക്ഷം രൂപ വരെ ശ്രീരാം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? നമ്മൾ ഈ പഴയ ഇതുപോലെ 12 മോഡൽ വണ്ടികൾക്കൊക്കെ ഈ ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ടല്ലോ? എല്ലാം കൊടുക്കുന്നുണ്ട്. 7 ദിവസം കൊടുക്കുന്നുണ്ട്. മേജർ ആയിട്ട് എല്ലാ എഞ്ചിനോ ഗിയർ ബോക്സോ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഇതിനൊന്നും നമുക്ക് ഇപ്പോൾ പഴയ വണ്ടി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ മേജർ ആക്സിഡന്റ്, എഞ്ചിൻ, ഗിയർ ബോക്സ് എന്തുണ്ടെങ്കിലും കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഈ വീഡിയോ ഒന്നും കൂടി എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഒരു ബൊലേറോയാണ്. ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്തു വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. ഓക്കെ. അല്ലാതെ ഡിസംബർ വരെ പേപ്പർ ഉണ്ട്, അല്ലാതെയും കൊടുക്കാം. അപ്പോൾ ആ റേറ്റ് കുറച്ച് കൊടുക്കാം. ഓക്കെ. ഇത് ഏതാ മോഡൽ? 2011 ഡിസംബർ വണ്ടിയാണ്. ഓക്കെ. ഇത് ഒറിജിനൽ ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. ഈ ഷേപ്പ് തന്നെ കമ്പനി വരുന്ന വണ്ടിയാണ്. ഓക്കെ. തേർഡ് ഓണർഷിപ്പ് ആണ്. 140 ഓടിയിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 11 വണ്ടിനെ അപേക്ഷിച്ച് നല്ല ബോഡി ചാനൽ കാര്യങ്ങളൊക്കെ പക്കയാണ്. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ആച്ചോർക്കും ഒന്നുമില്ല. ഇത് ടെസ്റ്റ് ചെയ്താണ് നമുക്ക് 3.5ക്കും. നിങ്ങൾ ചെയ്യാതെ ആണെങ്കിൽ അതിന്റെ പൈസയും കുറച്ച് കൊടുക്കും. ഓക്കെ. 3.5 ചോദിക്കുന്നത്. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാതെ ആണെങ്കിൽ അതിന്റെ റേറ്റ് നമ്മൾ കുറച്ച് നിങ്ങളുടെ ഏത് RTO ഓഫീസിലാണെങ്കിലും അതിന്റെ ഫീസ് അടച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊണ്ടുപോയി വാഹനം കൊണ്ടുപോയവർക്ക് ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? ചെയ്തു തരാം. അടുത്ത 1-2 മാസം ടെസ്റ്റ് ആവുന്ന വണ്ടികളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അടുത്തൊരു ഡസ്റ്ററാണ്. 2015 2-ാം മാസം വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ അല്ലേ? ഡീസലില് ഫുൾ ഓപ്ഷൻ. RXL ഓപ്ഷനിലാണ് ഡീസൽ. എയർ ബാഗ്, ഡുവൽ എയർ ബാഗ് വരുന്ന മോഡൽ. കമ്പനി ഇമ്പിൾഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഫുൾ കമ്പനി സർവീസ് പോയിരിക്കുന്ന നല്ല പ്രോപ്പർ സർവീസ് പോയിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ അലോയ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് 4 ലക്ഷം രൂപ ഇടിവ് ഉണ്ട്. ഇത് 85 ആണോ? 85 PS ആണ്. നല്ല അത്യാവശ്യം കൊള്ളാവുന്ന അലോയ് ചെയ്തിട്ടുണ്ട്. ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വില എത്ര? 3,90,000 രൂപയ്ക്ക് 15 മോഡൽ 85 ഡസ്റ്റർ കൊടുക്കാം. ഫുൾ ഓപ്ഷൻ 3,90,000 ആണ് പറയുന്ന റേറ്റ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫിനാൻസ് ചെയ്യാലോ? ഫിനാൻസ് 3.5 അടുത്ത് വരെ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന്റെ തന്നെ വേറെ മോഡൽ നമ്മുടെ ഉണ്ട്. ഡസ്റ്റർ 14 ഉണ്ട് അല്ലേ? പിന്നെ ടെറാനോ, ചെറിയ കിലോമീറ്റർ ടെറാനോ അല്ലേ? ചെറിയ കിലോമീറ്റർ ഏറ്റവും ടോപ്പിന്റെ വണ്ടി.
ഏതാ മോഡല്? ഇപ്പൊ ഒരുപാട് യൂസിംഗ് ഉള്ളവർക്ക് പറ്റില്ല, ചെറിയ യൂസിംഗ് ഒക്കെ ഉള്ള മെയിൻ്റെനൻസ് നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ കൊടുത്തുള്ളൂ. വേറെ 40,000 കിലോമീറ്റർ. മോഡൽ ഏതാ? 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഡീസൽ. 40,000 കിലോമീറ്റർ ആകുമ്പോൾ ടയറിലേക്ക് നോക്കി അറിയാം. കറക്റ്റ് 4 ടയർ പുതിയതിട്ടിട്ടുണ്ട്. കറക്റ്റ് 40,000 കിലോമീറ്റർ ടയർ മാറി 4 ടയറും പുതിയതിട്ടിട്ടുണ്ട്. ഒരു ടയറിന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ 40 ടയർ മാറി 4 ബ്രാൻഡ് ടയർ കിടപ്പുണ്ട്. 5 ടയറും പുതിയതാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സ്റ്റെപ്പിന് ഉൾപ്പെടെ പുതിയതാണ്. എല്ലാം പുതിയതാണ്. സ്പെയർ കീ, സർവീസ് ബുക്ക്, ഫുൾ കമ്പനി ഹിസ്റ്ററി, പ്രോപ്പർ സർവീസ് പോയേക്കണതിന്റെ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, മെയിൻ്റെനൻസ് കുറവുള്ള വണ്ടി, പെട്രോൾ ആയതുകൊണ്ട് തന്നെ. പെട്രോൾ ആണല്ലേ? പെട്രോൾ ആണ്. ഡീസൽ എന്ന് പറഞ്ഞു. പെട്രോൾ മാനുവലാണ്. പെട്രോൾ മാനുവലാണ്. അപ്പോൾ വില നമുക്ക് 5,25,000 രൂപയാണ് വില. കുറച്ച് കൊടുക്കാം, നമുക്ക് കുറച്ച് കൊടുക്കാം. ഏകദേശം ഒരു 4 to 4.5 റേഞ്ചിൽ ലോണും ചെയ്ത് കൊടുക്കാം. 4.5 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ഡീസൽ അൾട്രോസ്. ഡീസൽ അൾട്രോസ് ടാറ്റയുടെ വണ്ടി. ഡീസലാണ്. മൈലേജിൽ ഒരു 22-23 കിലോമീറ്റർ മൈലേജ് ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. XT ഓപ്ഷനിൽ തന്നെയാണ് വണ്ടി. ഓക്കെ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. അലോയ് വെച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ 2021 സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ, 1 lakh കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. മൈലേജിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും ഇല്ല. നല്ല മൈലേജ് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാട്ടോ. വണ്ടി മാക്സിമം ലോണും ചെയ്യാവുന്ന വണ്ടിയാണ്. എത്ര വരെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് വണ്ടിയുടെ ആസ്കിങ് 5.25 ചെറിയ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഒരു 5-5.25 ലോൺ ചെയ്ത് കൊടുക്കാം. 21 മോഡൽ, 21 ലാസ്റ്റ് വണ്ടിയാണ്. സ്പെയർ കീ, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്തത് മൈക്ര. നിസാൻ മൈക്ര. അതും ചെറിയ ബഡ്ജറ്റ് ഡീസൽ നോക്കുന്നവർക്ക് പറ്റി. 2016 വണ്ടിയാണ്. ഓക്കെ. XL വണ്ടിയാണ്. XL എന്ന് പറയുന്ന വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഡീസൽ മാനുവൽ അല്ലേ? എയർ ബാഗ് വരുന്ന മോഡലാണ്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നത്. സിംഗിൾ എയർ ബാഗ് അല്ലേ? ഓക്കെ. അത്യാവശ്യം ടയർ കണ്ടീഷൻ ഉണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടി, ചെറിയൊരു ബഡ്ജറ്റിന് കൊള്ളാവുന്ന വണ്ടി. മൈലേജ് ഉണ്ടാവും. മൈലേജ് 20-22 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. മോഡലും ഉണ്ട്. മാക്സിമം ഫിനാൻസും ചെയ്യാം നമുക്ക്. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. എത്ര വണ്ടിയുടെ വില? 2,90,000 രൂപ. 2016 ഡീസൽ മൈക്ര. 3rd ഓണർഷിപ്പ് ആണ്. 1.20 ഓടിയിട്ടുണ്ട്. സർവീസ് കമ്പനിയിലുണ്ട്. 2.90 ഒരു 2.40 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഒരു 50 രൂപയുടെ താഴെ മതി. പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ഓട്ടോമാറ്റിക് തന്നെയാണ്. 2019 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. XT ഓപ്ഷനില്. സോറി, XZ പ്ലസ് ടോപ്പിന്റെ. XZ പ്ലസ്. ഇത് അലോയ് ആണോ? XZ അലോയ് വരുന്നത്. ഇങ്ങനെയാണല്ലേ വരുന്നത്. ടോപ്പിന്റെ വണ്ടി. ഓക്കെ. അപ്പോ കിലോമീറ്റർ എത്ര എവിടെയാ? 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടോപ്പിന്റെ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതിനുള്ള വിലക്ക് മാക്സിമം ഫിനാൻസും ചെയ്യാം. 4,25,000 രൂപ 19 വണ്ടി ഓട്ടോമാറ്റിക് ചെയ്യാതെ കൊടുക്കാം. 4.4 മാക്സിമം ഫിനാൻസ്. ഏകദേശം ഒരു 4-3.5 അടുത്ത് ലോണും ചെയ്യാം. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. അടുത്ത ഒരു പോളോ ആണ്. ഹൈലൈൻ, GT ഹൈലൈൻ ആണ്. GT ഹൈലൈൻ ആണല്ലേ? ഓക്കെ. ടോപ്പ് എൻഡില് GT വേർഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്പെയർ കീ, സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡീസലാണ്. മൈലേജിന് ഒരു കോംപ്രമൈസ് ഇല്ല. ഡീസൽ മാനുവലാണ്. 2017 മോഡൽ. നമ്മുടെ ആലുവ രജിസ്ട്രേഷൻ, ഫാൻസി നമ്പർ ആണ് വണ്ടി. ഫാൻസി നമ്പർ ആണല്ലേ? നമ്പർ ഏതാ? നമ്പർ ഓക്കെ. 5000 അല്ലേ? അടിപൊളി. F5000. ഇത് കസ്റ്റമർ നമ്പർ ബുക്ക് ചെയ്തെടുത്ത വണ്ടിയാണ്. പഴയ നമ്പർ ബുക്ക് ചെയ്തെടുത്ത വണ്ടിയാണല്ലേ? ഓക്കെ. അപ്പോ ഡീസൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, സ്പെയർ കീ, സർവീസ് ബുക്ക്, ഹൈലൈൻ പ്ലസ്, ഏറ്റവും ടോപ്പിന്റെ ഡീസലില്. അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന, മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മാക്സിമം ഫിനാൻസ് ചെയ്യാം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 5.5 ഓൾമോസ്റ്റ് ഒരു 4.5-4.25 ലോണും ചെയ്യാവുന്ന വണ്ടിയാണ്. ഇത് തന്നെ നമ്മുടെ പോളോ വേറെ സ്റ്റോക്ക് ഉണ്ട്. ചെറിയ ബഡ്ജറ്റിന്റെ പോളോ നിലവിൽ സ്റ്റോക്ക് കയറാറുണ്ട്. 16 വണ്ടിയുണ്ട്, 15 വണ്ടിയുണ്ട്. ഏകദേശം ഒരു 4ഓളം പോളോ വേറെ ഉണ്ട്. കാറ്റലോഗിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ അയച്ചു കൊടുക്കാം. ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. നമ്മളെല്ലാ വണ്ടിക്കും സർവീസ് ബുക്ക് ഉണ്ടെന്ന് പറയണത് കൊടുക്കാം. ഉണ്ടെന്ന് പറഞ്ഞ വീഡിയോയിൽ നമുക്ക് പറഞ്ഞ എല്ലാ വണ്ടികളിലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ജാസ് ഡീസൽ രാജാവ്. മൈലേജിന്റെ രാജാവ്. ഏതാ മോഡല്? 2015 ഡിസംബർ 16 ഫസ്റ്റ്. ഓക്കെ. 7 വണ്ടിയാണ്. കൊച്ചി വണ്ടിയാണല്ലേ? എത്ര ഓടിയുണ്ട്? 1.10 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ, പ്രോപ്പർ സർവീസ് കമ്പനി വരുന്നു. ഒരു റീപ്ലേസും ഇല്ല. നീറ്റ് വണ്ടി അല്ലേ? ഡീസൽ മാനുവൽ ആണ്. നല്ല മൈലേജ്. 22 കിലോമീറ്റർ അടുത്ത് എന്തായാലും മൈലേജ് ഉണ്ടാവും. ഓക്കെ. അപ്പോ വില എത്ര പറയുന്നത്? 4.65 കൊടുക്കാം നമുക്ക്. 2015 ഡിസംബർ വണ്ടിയാണ്. ഓക്കെ. ഇതേതാ വേരിയന്റ് വരുന്നത്? SMT ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ,
മിറർ അഡ്ജസ്റ്റബിൾ, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്ന മോഡൽ. എല്ലാം വരുന്ന മോഡലാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. സർവീസ് ബുക്ക് ഉണ്ട്. എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഫിനാൻസ് എത്ര? ഫിനാൻസ് ഏകദേശം 4 ലക്ഷം അടുത്ത് ചെയ്യും. 4 ലക്ഷം വരെ ഫിനാൻസ്. ചെറിയ ഡൗൺ പേയ്മെന്റ്. ഡീസൽ വണ്ടിയാണ്. അതെ. അതൊരു ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടിയാണ്. ഇത് ഡീസലാണോ? പെട്രോള് VXI. ഓക്കെ. മോഡൽ 2009 വണ്ടി. 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന മോഡൽ. എത്ര വണ്ടിയുണ്ട്? ഇത് 1 താഴെ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് മേജറായിട്ട് ഇഷ്യൂ ഒന്നുള്ള വണ്ടിയല്ല. ഇത് നമുക്ക് ഒരു 1.75 ആണ്, 1.70 റേഞ്ച് കൊടുക്കാം. ചെറിയൊരു ബഡ്ജറ്റിന് അത്യാവശ്യം വണ്ടി വില കുറവെന്ന് വെച്ചാൽ വണ്ടിക്ക് ക്വാളിറ്റി കുറവൊന്നുമില്ല. സീരിയല് കാര്യങ്ങളെല്ലാം പക്കയാണ്. 4 ടയർ പുതിയതാണ്. പുത്തൻ ടയറാണ് കിടക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല. 4 ടയറും ബ്രാൻഡ് ന്യൂ ടയറാണ്. പുതിയ ടയർ കിടക്കുന്നത്. അപ്പൊ ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ആസ്പെയർ. അടുത്ത ഫിഗോ ആസ്പെയർ പെട്രോള്. ഇത് ലാസ്റ്റ് ടൈമിലുള്ള ഇത് ഫേസ് ലിഫ്റ്റഡ് ആണ് വണ്ടി. ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. കസ്റ്റമർ ഫേസ് ലിഫ്റ്റ് ചെയ്താണ് ലാസ്റ്റ് ടൈമിലേക്ക്. 16 വണ്ടിയാണ് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആലു വണ്ടിയാണ്. പെട്രോൾ 80,000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ചെറിയൊരു ബഡ്ജറ്റിന് സ്വന്തമാക്കാൻ പറ്റിയ വണ്ടി. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലായിട്ടുണ്ട്. എന്നാലും നമുക്ക് ലോൺ മാക്സിമം ചെയ്യാം. വിലയും നമുക്ക് കുറച്ച് കൊടുക്കാം. 3.25 ലക്ഷം രൂപയാണ് ആസ്കിങ്. ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കാം. 2.5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡൽ. എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ. വേരിയന്റ് ഏതായിരുന്നു? ഇത് ട്രെൻഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ടൈറ്റാനിയത്തിന് തൊട്ട് താഴെ മിറർ ഇൻഡിക്കേറ്റേഴ്സ്, മറ്റേ മിറർ അഡ്ജസ്റ്റബിൾ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇൻബിൽഡ് സിസ്റ്റം, സ്റ്റീരിയോ, പുതിയ സീറ്റ് കവർ കാര്യങ്ങൾ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയറും ഉണ്ട്. ഓക്കെ. അടുത്ത ഒരു ചെറിയ ബഡ്ജറ്റിന് പുതിയ പേപ്പർ എടുത്ത വണ്ടി. ഓക്കെ. ഇനി 31 വരെ പേപ്പർ ഉള്ള വണ്ടി. 31 വരെ പേപ്പർ ഉള്ള വണ്ടി. ഡീസൽ വണ്ടിയാണ്. മോഡൽ 2011 വണ്ടി. പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ്, ആൻഡ്രോയിഡ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. മാഗ്ന എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എത്ര വണ്ടിയുണ്ട് വണ്ടി? 1.35-40 അടുത്ത് ഓടിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 1,90,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി, പുതിയ പേപ്പർ എടുത്ത വണ്ടി കൊടുക്കാം. 5 വർഷത്തേക്ക് പേപ്പറുള്ള വണ്ടി 1.90 ആണ് കൊടുക്കാതിരിക്കുന്നത്. ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. റെഡി ക്യാഷ് വേണം. അതെ. ആൻഡ്രോയിഡ് ബേസ് ക്യാമറ ഒക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡീഷണൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അടുത്ത ഡസ്റ്റർ അടുത്ത ഡീസൽ വണ്ടി തന്നെ. 2014 ഡിസംബർ. നമ്മൾ ഡിസംബർ എന്ന് പറഞ്ഞാൽ മാറൂല കേട്ടോ. നമ്മൾ ആൾക്കാർക്ക് ചിന്താതിന്റെ എല്ലാ വണ്ടിയും ഡിസംബർ എന്ന് പറയാം. രജിസ്ട്രേഷൻ നമ്മൾ പറയാറില്ല പല വണ്ടികളുടെ. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് പറയാറുള്ളൂ. അപ്പൊ ഇത് ഡിസംബർ വണ്ടിയാണ്. 2014 വണ്ടി. എക്സൽ ഓപ്ഷനിൽ വന്ന വണ്ടി. എയർ ബാഗ്, ഡുവൽ എയർ ബാഗ് വന്ന വണ്ടി. കമ്പനി ബിൽഡ് സ്റ്റീരിയോ. 4 ടയർ കുഴപ്പമില്ലാത്ത 4 ടയർ കിടപ്പുണ്ട്. ഡീസൽ 85 നമ്മൾ 1 ടൺ ചെയ്യാറില്ല. 85 PS ആണ് കിടക്കുന്നത്. ഡീസലാണ്. 2014 മോഡൽ. ഇതും ചെറിയൊരു ഫാൻസി നമ്പർ എന്നൊക്കെ പറയാം. നമ്മുടെ അടുത്ത മൂവാറ്റ രജിസ്ട്രേഷൻ ആണ്. 60. ഓക്കെ. അപ്പോ എന്ത് ഫാൻസി നമ്പർ എന്നൊക്കെ ചോദിക്കുക അപ്പൊ കമന്റില്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1.20 ഓടിട്ടുള്ളൂ. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 3.90 ആണ്. ഏകദേശം ഒരു 3-3.25 റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാം. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ഫണ്ടിങ് ചെയ്യാം. പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരം വണ്ടികളാണ് ഈ ഒരു സൈഡിലേക്ക് നോക്ക്. ഈ വണ്ടികളെല്ലാം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫാമിലി പർപ്പസിന് പറ്റിയ ബെസ്റ്റ് വണ്ടികളാണ്. ഇതിനകത്ത് മാക്സിമം ഫിനാൻസ് കയറുന്നതും 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് കയറാനുണ്ട്. അതൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യുന്നതാണ്. ചെറിയ ബഡ്ജറ്റ് പറഞ്ഞ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് കയറി നോക്കാം. ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണാത്ത വണ്ടികൾ ചിലപ്പോൾ അതിനകത്ത് ആഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാറ്റലോഗ് നമ്പറിൽ ഒരു ഹായ് ഇട്ടാൽ നിങ്ങൾ കാറ്റലോഗ് നമ്പർ ഓപ്പൺ ചെയ്താൽ തന്നെ മൊത്തം ഡീറ്റെയിൽ കിട്ടും. ഓക്കെ. അതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ ചെറിയ ബഡ്ജറ്റ് ഡീസൽ വണ്ടികൾ പോളോ നോക്കുന്നവർക്ക് ഒരു 4ഓളം പോളോ വേറെ ഉണ്ട്. ഹോണ്ട അമേസ് മോഡൽ കൂടി ഇത് വരാനുണ്ട്. ഒരു 10 വണ്ടികളോളം നമുക്ക് സ്റ്റോക്ക് കയറുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഫിനാൻസ് സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. ഓൾ കേരള നമുക്ക് ഡെലിവറി കൊടുക്കാവുന്നതാണ്. ഓൾ കേരള ഫിനാൻസ്, ഓൾ കേരള ഡെലിവറി ഒക്കെ ഉണ്ട്. നമുക്ക് വണ്ടി വിൽക്കാണ്ടെങ്കിലും സമീപിക്കാം. എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. എല്ലാ ഓപ്ഷനും തയ്യാറാണ്. അതെ, എല്ലാ ഓപ്ഷൻസ് തയ്യാറാണ്. പിന്നെ 7 ദിവസം ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ മഴക്കാലത്തും ഒക്കെ എല്ലാവർക്കും വണ്ടി വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ വണ്ടികൾക്ക് റേറ്റ് കുറച്ചാണ്. മാക്സിമം കുറച്ചാണ്. നേരിട്ട് വന്ന് നമുക്ക് ചെറിയ വ്യത്യാസം കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വേറെന്താ പറയാനുള്ളത് ക്യാമറമാൻ? നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ 2 ലക്ഷത്തി എത്രയായിരുന്നു 7 സീറ്റർ വണ്ടി? 2,10,000 ആണ്. അതും 2.10 7 സീറ്റർ വണ്ടി കൊടുക്കാതിരിക്കുന്നുണ്ട്. അത് ഏതായിരുന്നു മോഡൽ? 2015 സിംഗിൾ ഓണർഷിപ്പ്. 2015 മോഡൽ 7 സീറ്റർ വണ്ടി ഒരെണ്ണം 2.10 കൊടുക്കായിട്ടുണ്ട്. അത് ആദ്യത്തെ വീഡിയോയിലാണ്. അങ്ങനെ കുറേ ഹൈലൈറ്റ്സ് ഉണ്ട്. അത് ഈ വീഡിയോയിലും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്.
ഷിയാസിക്ക അപ്പോൾ വീണ്ടും കാണാം. ഫിനാൻസിൻ്റെ ഡോക്യുമെന്റ്സ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലാന്ന് തോന്നുന്നു. ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്, ലാൻഡ് ടാക്സ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ലാൻഡ് ടാക്സ് ഇല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ചെയ്തു കൊടുക്കാം. നിങ്ങളുടെ ആധാറും പാനും വെച്ചിട്ടാണ് സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ? അത്യാവശ്യം പ്രൊഫൈൽ ഉള്ള ആളാണ് ലാൻഡ് ടാക്സ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇല്ല, ചെയ്ത് കൊടുക്കാം. 740 ഒക്കെ ഉള്ള ആ കസ്റ്റമറിന് ലാൻഡ് ടാക്സ് ഇല്ലാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ചെറിയ മോഡൽ നമുക്ക് 12 വണ്ടിക്ക് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെറിയ മോഡലാണെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണ്ടേ നമുക്ക്? 6 മാസം സ്റ്റേറ്റ്മെന്റ്, അത്യാവശ്യം ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട്. പിന്നെ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം നമ്മൾ ഫണ്ടിങ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പ്രൊഫൈൽ ഡിപ്പെൻഡ് ഫുൾ ലോൺ എന്ന് പറയുന്നില്ല ഈ വീഡിയോയിൽ, കാരണം പ്രൊഫൈൽ എങ്ങനെയാണോ അങ്ങനെ നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെയാണ്. കൂടുതൽ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ കൊടുക്കാം അല്ലേ? ബൈ.